ഓം സർവേകം തത്വമസി. എല്ലാവർക്കും പ്രണാമം. ഇന്ന് കുണ്ടലിനി യോഗയെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കുക. കാരണം കുണ്ടലിനിയെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ഇന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എനിക്കുമുണ്ട് എൻ്റെ അനുഭവത്തിൽ നടന്നൊരു വിഷയം. അതായത് കുണ്ടലിനി സംബന്ധമായ വിഷയവും അതിനോടനുബന്ധപ്പെട്ട് ഞാൻ കൃതികളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ എൻ്റെ അനുഭവം കൊണ്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത്, കുണ്ടലിനി എന്ന് പറയുന്നത് അത് ഒരു ദേഹത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അത് ഈശ്വരീയവും പ്രകൃതിയും എല്ലാമായി ബന്ധപ്പെട്ട് ഒരു ജീവാത്മാവിൻ്റെ ജന്മം കൊണ്ടുള്ള ഒരു ഭൗതിക ലൗകിക ജീവിതം ജീവിച്ചു വരുന്നതിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകുന്നൊരു പ്രതിഭാസമാണ് കുണ്ടലിനി അനുഭവം എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കുണ്ടലിനിയെ കുറിച്ച് അറിഞ്ഞ ശേഷം ശിവഭഗവാനിൽ അധിഷ്ഠിതമായി നിലകൊണ്ടുകൊണ്ടാണ് ഞാൻ കുണ്ടലിനിയെ മനസ്സിലാക്കാനും ആ സാധനയിലേക്ക് പ്രവേശിച്ചതൊക്കെ. ആ സമയത്ത് എന്നിൽ നടന്ന ഒരു വലിയൊരു പരിവർത്തനം, അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ ഉള്ള ഒരു യോഗ്യത വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ കുണ്ടലിനി ശക്തി ഉണർന്നാൽ അത് അകത്താണ് സംഭവിക്കുന്നത്. അതായത് പഞ്ചകോശങ്ങളിലെ ആനന്ദമയ കോശത്തിലാണ് അത് സംഭവിക്കുന്നത്. അതായത് ആത്മാവിലാണ് കുണ്ടലിനിയുടെ അനുഭവം ഉണ്ടാകുന്നതെന്ന് അർത്ഥം. അപ്പോൾ നാം അറിയുന്നത് ശരീരത്തിൽ ഇങ്ങനെയൊരു വസ്തുത ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കുന്നത് ആ കുണ്ടലിനിയുടെ പരിവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ കുണ്ടലിനിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അറിയാൻ കഴിയുന്നത് തന്നെ. മറ്റേത് നാം സാധാരണ എല്ലാവരും കാണുന്നത് പോലെ ഈ ശരീരമാണ് നാം എല്ലാം, അതിനപ്പുറം വേറെ ഒന്നുമില്ല എന്നും ഒക്കെ സാധാരണ തലത്തിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെയായിരുന്നു ഞാനും വന്ന്. അതിനിടയിൽ ആധ്യാത്മികമായ സാധനമുറകളിലേക്ക് തിരിഞ്ഞപ്പോഴാണ് കുണ്ടലിനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരവസരം കിട്ടിയതും ആ ധ്യാനത്തിലേക്ക്, അതായത് കുണ്ടലിനി ധ്യാനത്തിലേക്ക് തിരിഞ്ഞതും ഒക്കെ ഈ കാരണത്താലാണ്. പല രീതിയിലാണ് കുണ്ടലിനിയെക്കുറിച്ചുകൂടെ പ്രതിപാദിക്കുന്നത്. പക്ഷേ എന്നിൽ നടന്നത് വേറൊരു വ്യത്യസ്തമായ രീതിയിലാണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഭഗവാന്റെ സന്നിധിയിലാണ് പൂർണ്ണമായും സമർപ്പണം ചെയ്ത് ആധ്യാത്മികമായ ജീവിതം ആരംഭിച്ചത്. എൻ്റെ ഗുരു, ആദി ഗുരു ജഗത് മഹാദേവ എൻ്റെ പാദത്തിലാണ് ഞാൻ ആത്മസമർപ്പണം ചെയ്ത് ആത്മീയ ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചത്. ആ അവസരത്തിലാണ് ശിവജ്ഞാന തത്വം ഒക്കെ വായിക്കാനും മനസ്സിലാക്കാനും കുണ്ടലിനിയെക്കുറിച്ച് പഠിക്കാനും ആ ഒരു ധ്യാനത്തിലേക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആത്മപരിവർത്തനത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും അതിനോടനുബന്ധമുള്ള പ്രയാസങ്ങളും, അതായത് ധ്യാനം കൊണ്ട് ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് കുണ്ടലിനി ഉണരുമ്പോൾ ഉണ്ടാകുന്ന വ്യതിചലനങ്ങൾ എല്ലാം നമ്മുടെ ശരീരത്തിനെയാണ് ആദ്യം ബാധിക്കുന്നത്. അതായത് ശരീരത്തിൻ്റെ 5 കോശങ്ങളും പരിവർത്തനപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യമായിട്ട്
കുണ്ടലിനി ഉണർന്നാൽ പ്രകടമാകുന്നത് അന്നമയ കോശത്തിലാണ്, അതായത് നമ്മുടെ ബാഹ്യമായ ശരീരത്തിലാണ്. ബാഹ്യമായ ശരീരത്തിൽ വളരെയധികം പരിവർത്തനം കുണ്ടലിനുള്ളിൽ ഉണർന്നാൽ പുറമായിട്ടുള്ള ഉള്ളിലാണല്ലോ, അന്തർമുഖമായിട്ടാണ് ധ്യാനവും സാധനമൊക്കെ ചെയ്യുന്നത് കുണ്ടലിനിയുടെ. അത് പ്രാണായാമമൊക്കെ പറയുന്നുണ്ട്. ആ രീതിയിലൂടെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന പരിവർത്തനം, പെട്ടെന്നുള്ള കുണ്ടലിനിയുടെ ഉണർവിൽ സംഭവിക്കുന്ന പ്രതിഭാസം ബോധ്യപ്പെടുന്നതും അതിനെ സാക്ഷ്യം വഹിക്കുന്നതും നമ്മളുടെ ശരീരമാണ്. ശരീരം എന്ന ഈ ദേഹം വളരെയധികം പ്രയാസങ്ങൾ ആ സമയത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അന്നമയ കോശത്തിൻ്റെ സർവവും അഴിച്ചുപണി നടക്കും. നമ്മളുടെ ത്വക്ക്, മാംസം, അതുപോലെ രക്തം, മറ്റു നാഡികൾ, ഞരമ്പുകൾ, ഇതെല്ലാം പരിവർത്തനത്തിന് വിധേയമാകാൻ സാധ്യതയുണ്ട്. അതായത് അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഉള്ളിൽ നടക്കുന്ന ആത്മപരിവർത്തനം ബാഹ്യമായ ശരീരത്തിലാണ് പ്രകടമാകുന്നത്. അതായത് ആ ഉള്ളിൽ നടക്കുന്ന ശുദ്ധീകരണ ക്രിയയിൽ നിന്ന് അതെല്ലാം ജന്മാന്തരങ്ങളായിട്ട് ആത്മാവിൽ ആവരണം ചെയ്തിരിക്കുന്ന പല പാപ കർമ്മ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകുന്ന സമയത്ത് അതെല്ലാം ബാഹ്യമായ ഈ ശരീരമാണ് അത് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. അതനുസരിച്ച് ശരീരത്തിൽ നടക്കുന്ന വലിയ ഒരു പരിവർത്തനം വളരെ ദയനീയമായ ഒരു അവസ്ഥയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു മരണം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞ് എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയുള്ള ഒരു രണ്ടാം ജീവിതം പോലെയാണ് കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ അകത്ത് നടക്കുന്ന ആ ആത്മപരിവർത്തനത്തിൻ്റെ ആ പരിപാവനവും പരിശുദ്ധവും പരമമായ ആനന്ദവും ഒക്കെ അനുഭവിക്കുന്നതിന് തടസ്സമായി നിന്നിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും അഴുക്കുകളും പുറന്തള്ളുന്നത് ഈ ശരീരത്തിലൂടെയാണ്. അപ്പോൾ ശരീരപേശികളും നേരത്തെ പറഞ്ഞ ശരീരത്തിൻ്റെ സർവ്വകോശങ്ങളും, അതാണ് അന്നമയ കോശം. അന്നമയ കോശം എന്ന് പറയുന്നതിന് അന്നമയ കോശത്താൽ ആവരണം ചെയ്തതാണ് നമ്മളുടെ ബാഹ്യമായ ഈ ശരീരം. അപ്പോൾ പഞ്ചകോശങ്ങളിൽ അതിപ്രധാനമായത് ആണ് അന്നമയ കോശം. ആ കോശങ്ങളിലാണ് വ്യതിചലനം ഉണ്ടാവുന്നത്. കോശങ്ങളെല്ലാം ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ത്വക്ക്, പഞ്ചേന്ദ്രിയങ്ങൾ, ഇതെല്ലാം പരിവർത്തനപ്പെടും. ഇതെല്ലാം ഒരു രണ്ടാം സൃഷ്ടി പോലെ അതൊക്കെ രൂപാന്തരപ്പെടുന്നത് നമുക്ക് ബോധ്യപ്പെടും. അത് അനുഭവം കൊണ്ട്. അതിന് വിധേയമാവുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വേറെ പ്രതിവിധിയൊന്നും എനിക്ക് അന്ന് ചെയ്യാൻ കഴിഞ്ഞുമില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. ഞാൻ അതിന് വിധേയമായപ്പോൾ കുറേ നാൾ ആ പരിവർത്തനപ്പെട്ട് രൂപാന്തരപ്പെട്ട് ആ കുണ്ടലിനിക്ക് വിധേയമാകുന്ന രീതിയിൽ ശരീരം രൂപപ്പെട്ടു വരുന്നതിന് ഞാൻ ഒരുപാട് നാൾ അതിനു വേണ്ടി വിട്ടുകൊടുത്തു. കാലമാണ് അതിനെ രൂപാന്തരപ്പെടുത്തിയത്. അതായത് കാലവും പ്രകൃതിയും കൂടിയാണ് എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെയും രൂപാന്തരപ്പെടുത്തിയത്. എനിക്ക് ആ സമയത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് പലതും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് മനസ്സിലായത്, കുണ്ടലിനി ഉണരുമ്പോൾ നമ്മുടെ സർവകോശങ്ങളും, അതായത് അന്നമയ കോശം, പ്രാണമയ കോശം, മനമയ കോശം, ജ്ഞാനമയ കോശം, അങ്ങനെ സർവകോശങ്ങളും അഴിച്ചുപണി നടക്കും, രൂപാന്തരപ്പെടും. അതുമെല്ലാം പരിശുദ്ധമാവും. അപ്പോൾ ജന്മാന്തരങ്ങളായി പിന്നിട്ടിരിക്കുന്ന പല പാപ കറകൾ എല്ലാം ഈ കോശങ്ങളിലാണ് കുടികൊള്ളുന്നത്. അപ്പോൾ പരിപാവനവും പരിശുദ്ധവുമായ ആ ദൈവികമായ ദിവ്യമായ ചൈതന്യം നമ്മളിൽ രൂപപ്പെടുന്നതിന് മുന്നേ ആ ശരീരത്തിലെ സർവകോശങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് മാസോളം പിടിക്കും. ആ ശുദ്ധീകരണം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വളരെ സമയം പിടിക്കും.
തിരിച്ചു വന്നാൽ നാം മറ്റൊരാളായി. അതായത് ഈ കോശങ്ങളെല്ലാം ഒന്നായി ചേർന്ന് കൊണ്ടുള്ള ഒരു പ്രവർത്തന മണ്ഡലത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്. നമുക്കറിയാത്തതായിട്ടൊന്നുമില്ല. ഈ കോശങ്ങളുടെ സ്വകാര്യമായ പ്രവർത്തനങ്ങളെല്ലാം ഒരു ഏകമായ തലത്തിലേക്ക് വരുമ്പോൾ, അതായത് ഈ കോശങ്ങളിലൂടെ പ്രവർത്തിച്ചിരുന്ന അതിൻ്റേതായ അറിവുകളെല്ലാം നമ്മളുടെ ബോധതലത്തിൽ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഒന്നിനും നമുക്ക് ഒരു പഞ്ഞുണ്ടാവില്ല. പ്രാണൻ്റെ വ്യവഹാരം എന്താണെന്നും മനസ്സിൻ്റെ വ്യവഹാരം എന്താണെന്നും അറിവിൻ്റെ വിജ്ഞാനം വിശേഷാലുള്ള അറിവിൻ്റെ കാര്യങ്ങൾ എന്താണെന്നും അതുപോലെ അന്നമയ കോശമായി നിൽക്കുന്ന ശരീരത്തിൻ്റെ പരിവർത്തനവും അതിൻ്റെ സുഖവും അതിൻ്റെ അഴുക്കുകളൊക്കെ പോയിട്ടുള്ള അവസ്ഥയും അതുപോലെ ആത്മാവിൻ്റെ പരമമായ ആനന്ദവും നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ മനസ്സിലാക്കാനും അത് വേണ്ട പോലെ ഉപയോഗിക്കുവാനും നമുക്ക് കഴിയും. അവസരങ്ങൾക്കൊത്ത് അത് വലിയൊരു സംഭവമാണ്. ഇവിടെ നമ്മൾ മറ്റൊരാളാവുകയാണ്. സാധാരണ ഒരു മനുഷ്യനിൽ ഇതൊന്നും അങ്ങനെയൊന്നും പ്രവർത്തിക്കുന്നില്ല. ഈ പഞ്ചകോശങ്ങളിൽ ഒരു ഭാവകോശം പോലും പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്നില്ല, മനസ്സിലാക്കണം. പക്ഷെ ഇതല്ല, ഇതിൻ്റെയൊക്കെ പൂർണ്ണതയോടുകൂടിയുള്ള പ്രവർത്തന രീതിയാണ് ഈ ബോധതലത്തിൽ രൂപപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അവയെക്കുറിച്ചുള്ള തിരിച്ചറിവ് വളരെ ആനന്ദം നൽകുകയും ഒപ്പം പരമമായ ആത്മാവിൻ്റെ ഉണർവ് കൊണ്ട് സാക്ഷാത്കാരം കൊണ്ട് സ്ഥായിയായിട്ടുള്ള അനുഭൂതിയും ആനന്ദവും നിലനിൽക്കുന്നതും അത് ആസ്വദിക്കാനും കഴിയുക എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമല്ല. അപ്പോൾ കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു പരിവർത്തനമാണ് നമ്മളുടെ മനോ പ്രാണ ഇന്ദ്രിയ എല്ലാ കോശങ്ങളിലും സംഭവിക്കുന്നതും അതുവഴി എല്ലാം ഒരു ഏകമായ തലത്തിൽ കൂട്ടമായി ചേർന്ന് പ്രവർത്തിക്കുന്നതും നമുക്ക് ബോധ്യപ്പെടും. അതായത് വ്യക്തമായി പറഞ്ഞാൽ ശരീരമൊരു ദിവ്യമായ അവസ്ഥയിൽ, അതായത് കുണ്ടലിനി ഷഡാധാരങ്ങളെ ഭേദിച്ച് സഹസ്രപദ്മതലത്തിൽ വന്ന് സ്ഥിരമായാൽ പിന്നെ ഷഡാധാര ചക്രങ്ങൾ അങ്ങനെയുള്ള സ്ഥാനങ്ങളും തടസ്സങ്ങളൊന്നുമില്ല. ആദിയിൽ മൂലാധാരം മുതൽ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹാരം, വിശുദ്ധി, ആജ്ഞ അങ്ങനെ സഹസ്രപദ്മതലത്തിലേക്ക് കുണ്ടലിനിയെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായിരുന്ന പല തടസ്സങ്ങളും നീങ്ങിയതിന് ശേഷമാണ് കുണ്ടലിനി പൂർണ്ണമായും സഹസ്രപദ്മതലത്തിൽ വന്ന് പതിക്കുന്നത്. അവിടെ വന്ന് സഹസ്രപദ്മതലത്തിൽ വന്ന് കുണ്ടലിനിയുടെ, അതായത് ആത്മാവിൻ്റെ തനി സ്വരൂപം മനസ്സിലാക്കി ആ പരമമായ ആനന്ദത്തിൽ വസിക്കുമ്പോൾ പിന്നെ കുണ്ടലിനിക്ക് പഴയതുപോലെ ഈ ഷഡാധാര ചക്രങ്ങളോ ബന്ധങ്ങളോ ഒന്നുമില്ല. അതിന് ജീവിത വ്യവഹാരങ്ങളിൽ പല സമയത്തും മൂലാധാരം മുതൽ സഹസ്രപദ്മതലം വരെ ഒഴുകി നടക്കുന്നതായിട്ട് ഓരോ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അറിവും ആനന്ദവും എല്ലാം നമുക്ക് ബോധ്യപ്പെടും. അതിനുശേഷം കുണ്ടലിനിയും ഷഡാധാര ചക്രങ്ങളും അതിൻ്റെ തടസ്സങ്ങളും അതിൻ്റെ സാധനമുറകളും ഒന്നുമില്ല. കുണ്ടലിനി പൂർണ്ണമായി സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ, അതായത് ഷഡാധാരങ്ങളെല്ലാ തടസ്സങ്ങളും നീക്കി ഭേദിച്ച് സഹസ്രപദ്മതലത്തിൽ വന്ന് കുണ്ടലിനിയുടെ ആ മഹാലീലകൾ പ്രകടമായി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം ഒരു ദൈവികമായ ദിവ്യമായ ഒരു ശരീരമായിട്ടാണ് മാറുന്നതെന്ന് മനസ്സിലാവും. കാരണം വളരെ ആധമമായി ചിന്തിച്ച അല്ലെങ്കിൽ ഓരോ കർമ്മതലങ്ങളിലേക്ക് പോകാനുണ്ടായിരുന്ന വാസനകളും അതെല്ലാം നശിച്ചുകൊണ്ട് അതിലേക്ക് ഒന്നും യാതൊരുവിധ പ്രേരണയോ ചിന്തയോ വാസനകളോ ഒന്നുമില്ലാതെ ആധ്യാത്മികമായ കാര്യങ്ങളിലേക്കുമാണ് നമുക്ക് ശ്രദ്ധ നിൽക്കുക. മാത്രമല്ല പഴയതായിട്ടുള്ള സർവ്വബന്ധങ്ങളും അഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം. വളരെ നിലവാരമില്ലാത്ത തലത്തിൽ ജീവിച്ചു വന്നിരുന്ന സമയങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള
സംസ്കാരമില്ലാത്ത പല ജീവിത പശ്ചാത്തലങ്ങളെല്ലാം അഴിഞ്ഞുപോയി വളരെ ഉയർന്ന രീതിയിലുള്ള മൂല്യമുള്ള ഒരു ജീവിതം രൂപാന്തരപ്പെട്ടു വരുന്നത് നമുക്ക് ബോധ്യപ്പെടും. നമ്മളൊരു പ്രത്യേക ഒരു ലോകത്തെ സർവബന്ധനങ്ങളും അഴിഞ്ഞ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യമായ പരമമായ പദം, പരമമായ ആനന്ദം സദാ അനുഭവിച്ചു കൊണ്ടിരിക്കാൻ കഴിയും. ഇവിടെ സമാധി അവസ്ഥകളെല്ലാം നമുക്ക് ബോധ്യപ്പെടും. ധ്യാനവേളയിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടും. എല്ലാ അറിവിൻ്റെ കെട്ടുകളും തടസ്സങ്ങളും നീങ്ങി സർവത്തിൻ്റെയും ഒരു പൊരുളായിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്നു നിൽക്കുന്നത് കാണാം. അപ്പോൾ മനസ്സിലാവും കുണ്ടലിനി എന്ന് പറയുന്ന ആ മഹാശക്തിയുടെ മഹത്വം എന്താണെന്ന്. ഇന്ന് കുണ്ടലിനിയെ ഷഡാധാരങ്ങൾ വഴി ഉണർത്തി പലവിധ ലൗകിക കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി വളരെയധികം മാർഗങ്ങളാണ് വിഭാവനം ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കുണ്ടലിനി ഉണർന്നു അതിൻ്റെ പൂർണ്ണ സ്വഭാവം മനസ്സിലാക്കിയാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രം കുണ്ടലിനിയെ സ്വാധീനിക്കേണ്ടതായിട്ട് വരില്ല. കാരണം കുണ്ടലിനി സർവത്തിൻ്റെയും പൂർണ്ണ സ്വരൂപമാണ്. അത് നമ്മളിൽ പ്രകടമായി നമ്മൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ആ പരബ്രഹ്മാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഏക തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒന്നിനും വേണ്ടി പ്രത്യേകമായി സ്വാർത്ഥപരമായ ഒരാവശ്യങ്ങളും നമ്മിൽ നിലനിൽക്കുകയില്ല. കാരണം ജീവനിൽ ഒരു സദാ തൃപ്തിയും സമാധാനവും ശാന്തിയും ഒപ്പം ആനന്ദവും ഒരു താളത്തിൽ വന്ന് നിൽക്കുന്നത് ബോധ്യപ്പെടും. അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഒരു മാനുഷിക ലോകത്താണ് നിൽക്കുന്നതെന്ന് പോലും മറന്നുപോകും. ആ രീതിയിലാണ് നമ്മളിൽ ബോധോദയം ഉണ്ടാകുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തകളും വരില്ല, സ്വാർത്ഥപരമായ ഒരു ചിന്തകളും വരില്ല. പരമമായ സത്യത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുക. അതിനാരും പഠിപ്പിക്കുക വേണ്ട. ആത്മാവ് അതിൻ്റെ തനി സ്വരൂപം സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അങ്ങനെ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത സർവ ഗുണങ്ങളും കുണ്ടലിനി ഉണർന്നാൽ നമ്മളിൽ പ്രകടമാകും. അതായത് നാം കുണ്ടലിനിയാണ്, ശരീരമല്ല. ആ കുണ്ടലിനി തന്നെയാണ് പരബ്രഹ്മമായി നിൽക്കുന്നതും എന്ന് ആ ബ്രഹ്മാനന്ദ അവസ്ഥയിൽ കുണ്ടലിനി ഉണർന്ന സഹസ്രപത്മതലത്തിൽ വന്നിട്ട് അനുഭവിക്കുന്ന ആ പരമമായ ബ്രഹ്മാനന്ദ അവസ്ഥയിൽ നാമും പരബ്രഹ്മവും ഏകമാണ്, സർവസ്ഥൂല ശരീരങ്ങൾക്കും അതീതമാണെന്നുള്ള ബോധം നമുക്ക് അവിടെ തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെയുള്ള അനേകം ഗുണങ്ങളാണ് കുണ്ടലിനി ഉണർന്നാൽ കാണപ്പെടുക. അല്ലാതെ ഏതെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി കുണ്ടലിനിയെ ഉണർത്തി ഷഡാധാരങ്ങളിലൂടെ ഏതെങ്കിലും ചക്രങ്ങളിൽ കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്ന് ആ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ചക്രങ്ങളിലേക്ക് പ്രവേശിച്ചു, ഇങ്ങനെ പോകേണ്ട ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ കുണ്ടലിനി എന്ന് പറയുന്നത്. അത് സാക്ഷാത്കരിക്കുകയാണ്. ആ സാക്ഷാത്കാരത്തെയാണ് ഇവിടെ ആത്മസാക്ഷാത്കാരം എന്ന് പറയണേ. അത് മൂലാധാരത്തിൽ നിന്ന് ഉണർന്നാൽ വന്ന് നിൽക്കുന്നത് സഹസ്രപത്മതലത്തിലാണ്. അതിനിടയിലുള്ള എല്ലാ തടസ്സങ്ങളും, ചക്രങ്ങളുടെ എല്ലാ തടസ്സങ്ങളും എല്ലാം അത് തന്നെ നീങ്ങിക്കോളും. ആ ഒരു വിശ്വാസത്താലായിരിക്കണം സാധകൻ സാധന ചെയ്യേണ്ടത്. വിധേയമാകുക, ആ അവസ്ഥയ്ക്ക് വിധേയമാകുക. ആ പരബ്രഹ്മ സത്യത്തിലേക്ക് നാം നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അതവിടെ താനേ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് കുണ്ടലിനി ഉണർന്നാലുണ്ടാവുന്നത്. അത് അനുഭവിച്ചറിയേണ്ടതാണ്. സദാ പരമമായ എൻ്റെ ജീവനിൽ പരമ ആനന്ദം ഒരേ താളത്തിൽ ഒരേ രീതിയിൽ ആർഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ആ നിത്യമായ ആനന്ദത്തിലാണ് എൻ്റെ ബോധതലം കുടികൊണ്ടിരിക്കുന്നത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കുണ്ടലിനിയുടെ ഈ ഒരു മഹത്തായ പ്രതിഭാസം അനുഭവിച്ച് അറിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച്, അതിൻ്റെ ആ തിരിച്ചറിവിനെക്കുറിച്ച് അല്പമെങ്കിലും നമുക്ക് അനുഭവവേദിയെ ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ. അത് പറഞ്ഞറിയിക്കേണ്ട ഒരു വിഷയമല്ല. അതിനൊരു യോഗം, ഒരു നിയോഗം ഒക്കെ വേണം.
മുൻജന്മ സുഹൃതവും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ ഈശ്വര ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളും എല്ലാം ഒത്തുചേർന്നാൽ മാത്രമേ തടസ്സം കൂടാതെ കുണ്ടലിനി ഉണർന്ന് പരിപൂർണമായ പരമമായ ആനന്ദ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. മാനുഷിക തലത്തിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന യാതൊരു പ്രയാസങ്ങളും അനുഭവിക്കാൻ അല്ലെങ്കിൽ തോന്നാത്ത ഒരവസ്ഥയിൽ നമുക്ക് കുണ്ടലിനി ഉണർന്നാൽ ആ ബോധതലത്തിൽ വന്നു നിൽക്കാൻ കഴിയും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഇത്രയും പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ കുണ്ടലിനിയുടെ സാന്നിധ്യം വന്നതിന് ശേഷം പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു അവയവമാണ് ഹൃദയം. ഹൃദയത്തിൽ നടക്കുന്ന ഒരു പരിവർത്തനം വളരെ ഗംഭീരമാണ്. ഹൃദയം ശുദ്ധീകരിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അതായത് ഹൃദയത്തിൽ ഏതെല്ലാം വഴിക്ക് എന്തെല്ലാം വിഷയങ്ങൾ പ്രകാരം പ്രയാസങ്ങളോ അല്ലെങ്കിൽ പ്രതീക്ഷകളോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം നീങ്ങിപ്പോകുന്നതും ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൽ വരുന്ന മാറ്റവും നമ്മളെ അതിശയിപ്പിക്കും. ചില സമയങ്ങൾ ഹൃദയത്തിൻ്റെ സ്പന്ദനം പോലുമില്ലാതെ ബ്രീത്ത് തന്നെ അവിടെ നടക്കുന്നത് കാണാം. കാരണം ആത്മാവ് മുക്തമായാൽ ആ ആത്മാവ് നേരിട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പെടുമ്പോൾ മറ്റു ഉപാധികളായി ശരീരത്തിൻ്റെ അകത്തും പുറത്തും ഉണ്ടായിരുന്നവയെല്ലാം ഈ ആത്മാവിനോട് യോജിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ നേരിട്ടിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി മറ്റു അവയവങ്ങളെല്ലാം അതിൻ്റേതായ പ്രവർത്തനങ്ങളിൽ നിന്നും ചില സമയങ്ങളിൽ പിന്തിരിഞ്ഞ് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുന്നത് അറിയാം. പിന്നെ ഒരു സവിശേഷത മനസ്സിലാക്കുന്നത് മൂലാധാരം മുതൽ സഹസ്രപദ്മതലം വരെ ഒരു തുറന്ന കിടക്കുന്ന ഒരു സമ്പ്രദായം പോലെ നമുക്ക് തോന്നും. അതായത് മൂലാധാരം മുതൽ സഹസ്രപദ്മതലം വരെ സുഷുമ്നയിലൂടെയുള്ള പ്രാണൻ്റെ ഒഴുക്കിനെ ഷടാധാര ചക്രങ്ങളുടെ സ്ഥാനങ്ങളിൽ വെറുതെ നിർത്തി അതിൻ്റെ സ്വഭാവങ്ങൾ ആ ചക്രങ്ങളിൽ വന്നു നിൽക്കുമ്പോഴുണ്ടാവുന്ന സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയെല്ലാം മസ്തിഷ്കവും ഹൃദയവും വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ധ്യാനാവസ്ഥയിൽ അല്ലാതെ വെറുതെ ശാന്തമായിരിക്കുമ്പോഴും ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിന് വളരെ മാറ്റം വരുന്നതായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനത്തിൻ്റെയും വേഗതയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടാവും. അതായത് വളരെ ശാന്തമായിരിക്കും ഹൃദയം സ്പന്ദിക്കുന്നത്. ഒരുപക്ഷെ ശരീര ഇന്ദ്രിയങ്ങൾക്ക് രക്തം പമ്പ് ചെയ്തിരുന്ന ആ ഹൃദയം അതിൻ്റെ ധർമ്മം പാലിക്കുന്നില്ലല്ലോ എന്ന് പോലും ചിലപ്പോൾ നമ്മൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഈ സമയങ്ങളിലെല്ലാം പരമമായ ശാന്തിയും സമാധാനവുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ മസ്തിഷ്കത്തിലെ വൈദ്യുതികാന്ത വലയത്തിൻ്റെ സ്വഭാവങ്ങൾക്കും മാറ്റം വരികയും ധ്യാനത്തിൽ ഇരുന്നാലും ഇല്ലെങ്കിലും മറ്റു പലവർക്കും നമ്മുടെ തലയ്ക്ക് ചുറ്റും തലയുടെ മുകളിലുമായിട്ട് ഒരു പ്രകാശവലയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് പുറത്തുള്ളവർക്ക് ദർശിക്കാൻ കഴിയും. അതിനൊരു ഉദാഹരണം പറയാം. എനിക്ക് ഒരു മരണ വീട്ടിൽ പോകേണ്ടി വന്നു. പ്രധാനപ്പെട്ട ഒരു വ്യക്തി മരിച്ചപ്പോൾ എനിക്ക് ആ ഭവനത്തിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശവശരീരത്തിൻ്റെ ദഹനത്തിന് വേണ്ടുന്ന കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഒരു കസേര എടുത്തിട്ട്, രാത്രിയാണ് സമയം, ഒരു 10 മണിയായിട്ടുണ്ട്, അവിടെ ഇരിക്കുകയാണ്. ഇരിക്കുക മാത്രമല്ല, ഞാൻ ധ്യാനത്തിലേക്ക് പോയി. ഈ സമയം 2 കുട്ടികൾ എൻ്റെ കസേരയുടെ മുന്നിൽ കസേരയിൽ തന്നെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് കുട്ടികളെ നോക്കിയപ്പോൾ ആ കുട്ടികൾ എന്നോട് പറയുകയാണ്, അങ്കിളെ,
അങ്കിള് കണ്ണടച്ചിരുന്നപ്പോൾ തലയുടെ മുകളിൽ ആ പ്രകാശം എങ്ങനെയാണ് വരുത്തുന്നത്, അത് ഞങ്ങളെ പഠിപ്പിച്ചു തരുമോ എന്നാൽ നിഷ്കളങ്കരായ ആ കുട്ടികൾ, എനിക്ക് ആ കുട്ടികളെ പരിചയമൊന്നുമില്ല, ആ കുട്ടികൾ പറയണ്ടേ. അതുപോലെ പല അനുഭവങ്ങളുണ്ട്, അതൊന്നും ഈ വേളയിൽ ഞാൻ പറയുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ പ്രകാരം തലസംബന്ധമായ യാതൊരു അസ്വസ്ഥതയും ഒരിക്കലും ഉണ്ടാവില്ല. പ്രാണസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. പ്രാണൻ എടുക്കുന്നതും വിടുന്നതുമായിട്ടുള്ള ആ ഒരു പ്രക്രിയ പോലും തോന്നുകയില്ല. ഒരു ചെറിയ ചലനം മാത്രമേ ആ ഭാഗത്ത് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരികയും ആത്മാവ് അതിൻ്റെ സ്വസിദ്ധമായ വൈഭവം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം ശരീരമല്ല, ആത്മാവാണെന്ന്. ഓം ശാന്തി ശാന്തി ശാന്തി.